ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഐസ്ലാൻഡിലാണ്. ഐസ്ലാൻഡിൽ വെസ്റ്റ്മാൻ ഐലൻഡ് എന്ന് പറഞ്ഞ ദ്വീപിലാണ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ലാൻഡിലെ ഏറ്റവും ജനവാസ മേഖലയായിട്ടുള്ളൊരു ഐലൻഡ് തന്നെയാണിത്. അപ്പം ഞാനിപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ, അതായത് ഈ ടൗണിൻ്റെ അല്ല ഈ സിറ്റിയുടെ ഒരു തൊട്ടടുത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വോൾക്കാനിക് ഐലൻഡാണ്. അപ്പോൾ ഇതുകൊണ്ടോ പണ്ടത്തെ ലാർവയൊക്കെ സെറ്റായി അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതുണ്ട് ഈ ടൗണിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടിപൊളി കേട്ടോ. ശരിക്കും ഇന്ന് വെയിലൊക്കെ ഉണ്ട്. വെയിലുള്ളത് കൊണ്ട് നല്ല തെളിഞ്ഞ അന്തരീക്ഷം, കുഴപ്പമില്ല, തണുപ്പുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ടാണ് ഞാൻ പോകുന്നത്. ഇതുണ്ട് ഇത് ഇവിടുത്തെ ലാർവ ഒഴുകി വന്ന് അങ്ങനെ കിടക്കുന്ന ആ പൊടി ചരലും സംഭവങ്ങളും എല്ലാം ഇങ്ങനെയുണ്ട്. ഇതുകൊണ്ട് ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു ലാർവ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്ന, അങ്ങനെ ആ ഉണങ്ങി കിടക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഇത് ഈ സൈഡിൽ ഇതുണ്ടോ. ഈ ഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് നമ്മൾ വന്നേക്കുന്ന ഒരു ഫീലിങ്. അതായത് നമ്മൾ മരുഭൂമിയല്ല, എന്നാലും പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാത്ത കറുത്ത പാറകളും ലാവ കൂട്ടങ്ങളും ഒക്കെ കൂടിയ സ്ഥലങ്ങൾ. ഈ വഴിയൊക്കെ ഉണ്ടോ മൊത്തം കറുത്ത ചരൽ നിറഞ്ഞ വഴികളാണ്. ഒരു പ്രത്യേക അന്തരീക്ഷം കേട്ടോ. തണുപ്പില്ലാത്തത് ഭാഗ്യം. ഇവിടെ പിന്നെ കാറ്റും തണുപ്പൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും ബുദ്ധിമുട്ടാവും. പക്ഷേ ഇങ്ങനെ തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അതുണ്ടോ ഇതുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയുടെ മെയിൻ ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാം. ഇതുകൊണ്ട് ഇവിടുത്തെ റോഡ് കണ്ടോ, മനോഹരമായിട്ടുള്ളൊരു റോഡാണ് പോകുന്നത്. കണ്ടോ സിറ്റിയുടെ നടുക്കൂടെ കണ്ടോ. വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയുള്ളൊരു തോന്നലാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഗ്രേ കളറും ഇതെല്ലാം കൂടെ കൂടിയ കളറ് വളരെ മനോഹരമാണ്. നമ്മൾ സീനറീസ് ഒക്കെ കാണുന്ന പോലെ നമുക്ക് ഇങ്ങനെയുള്ള പിക്ചേഴ്സൊക്കെ ഇതുണ്ടോ ഈ ഫ്രെയിമിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് നമുക്ക് ഫോട്ടോസ് കാണാൻ പറ്റുന്നത്. നല്ല വെയിലുണ്ട്, എന്നാൽ പോലും ഞാൻ നല്ല കട്ടിയുള്ള ജാക്കറ്റാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല. അപ്പം നല്ല തണുപ്പുണ്ട്. എത്ര ഡിഗ്രിയാണെന്ന് ഞാൻ ചെക്ക് ചെയ്തില്ല, എന്നാൽ പോലും ഈ അന്തരീക്ഷത്തിൽ പോലും ഇവിടെ തണുപ്പുണ്ട്. അപ്പം നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ ഇവിടെ വിൻ്ററോ അല്ലെന്നുണ്ടെങ്കിൽ വെയിലില്ലാത്ത സാഹചര്യമോ ഉണ്ടെങ്കിൽ എന്തായിരിക്കും തണുപ്പിൻ്റെ അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു ആരോ വെച്ചിട്ടുണ്ട്, വോൾക്കാനോ എന്നും പറഞ്ഞുകൊണ്ട്. അത് എത്ര ദൂരം ഉണ്ടെന്നൊന്നും കൊടുത്തിട്ടില്ല. എന്തായാലും നടന്നു നോക്കാം. വോൾക്കാനോ എത്ര ദൂരം ഉണ്ടെന്നുള്ളത് നോക്കാം നമുക്ക്. അത്യാവശ്യം കാറ്റുണ്ട് കേട്ടോ. അതെ ഇവിടുത്തെ ഒരു റോഡാണ് പോകുന്നത്. ഈ വോൾക്കാനിക് മൗണ്ടന്റെ നേരെ ഒരു മുകളിൽ കൂടെയുള്ള റോഡാണ് ഈ പോകുന്നത്. വളരെ ശാന്തമായിട്ടുള്ള റോഡ്. വല്ലപ്പോഴും ഓരോ വണ്ടിയൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ ഇവിടെ പിന്നെ വോൾക്കാനോ എന്ന് പറയുന്നത് ആ കാണുന്ന കുന്നാണ്. ആ കാണുന്നുണ്ടോ അവിടെ നിന്ന് അത് വോൾക്കാനോ. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ നല്ല ദൂരമുണ്ട്. കാരണം നമുക്ക് നടക്കാൻ സമയമെടുക്കും. അതുകൊണ്ട് ആ ഉദ്യമം നമ്മൾ ഉപേക്ഷിക്കുകയാണ്, അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടെ നിന്ന് കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ നമ്മൾ മുകളിലേക്ക് വന്നു. അപ്പോൾ ഈ ചുറ്റുപാടുള്ള കുന്നുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ടൗണിൻ്റെ കാഴ്ചകൾ, ഇത്ര ഏരിയയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുണ്ടോ വണ്ടിയൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വണ്ടിയൊന്നും ഇല്ലാത്ത ഹൈവേ കൂടെ നടക്കാൻ രസമാണ് കേട്ടോ. ഈ പുറകിൽ നല്ല അടിപൊളിയല്ലേ, റോഡ് സൂപ്പറായിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ചുറ്റിനും ആൾക്കാരൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഓരോ ആൾക്കാരുണ്ട്. പിന്നെ എന്താണ് ഈ കറുത്ത മണൽ കൂടിയ ചരൽ കൂടിയ കുന്നുകളും പച്ചപ്പ്. അതായത് ഇവിടെ എന്തായാലും നല്ല പച്ചപ്പുണ്ട് കേട്ടോ. നല്ല വളക്കൂറുള്ള ലാവയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ കാടുകളൊക്കെ നല്ല തഴച്ചു വളരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. ആ പച്ചയും കറുപ്പും കൂടിയ ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ വോൾക്കാനോയുടെ അവിടുത്തെ മേളിലേക്കുള്ളതിൻ്റെ ഇതിൻ്റെ ഇത് പിക്ചർ കൊടുത്തേക്കുന്നത്. അതായത് ഇവിടുന്ന് എത്ര മീറ്റർ എന്നുള്ളത് കാണുന്നില്ല. 200 മീറ്റർ ആയിരിക്കും. അവിടെ എഴുതിയിട്ടുണ്ട്, മീറ്ററൊന്നും കൊടുത്തിട്ടില്ല. അപ്പം എൽഫെൽ ഹൈക്ക് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം അവിടെ നോക്കാം. ഒത്തിരി ദൂരം കറക്റ്റ് കാണിക്കാത്തത് കൊണ്ട് എന്തായാലും നമുക്കൊന്ന് നടന്നു നോക്കാം മേളിലേക്ക്. ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാരില്ല, ഒരു മനുഷ്യനുമില്ല, നല്ല ദൂരമുണ്ട്. എൻ്റെ മുന്നേ വന്ന 2 പേര് ആ സൈഡിലേക്ക് പോയി. ഇപ്പോൾ അത് കുറച്ച് ചൂടായി തുടങ്ങി, കാരണം കയറ്റം കൂടി. അതുകൊണ്ട് നമ്മുടെ ശരീരം ഹീറ്റാകുന്ന അറിയാം. 1973 ഇവിടുത്തെ ഇത് പൊട്ടിത്തെറിച്ചതിൻ്റെ ആ ഒരു പിക്ചറാണ്, ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തതിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഈ താഴെ കാണുന്ന ടൗണ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ സൈഡ് തന്നെ ഇതിൻ്റെ ഈ മേളുവശം, ഇപ്പം ഞാൻ നിൽക്കുന്ന ആ ഭാഗം ലാർവ പൊട്ടി ഒഴുകിയ ഭാഗമാണിത്. ചേട്ടാ ഈ കാണുന്നത് ആൾക്കാരൊക്കെ ഒത്തിരി നടന്ന കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അത് ഫോളോ ചെയ്ത് പോവാം.
എന്തായാലും ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ട്, ഇന്ന് നടന്നിട്ടുണ്ട് ഇതിലൂടെ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് പോകാം. ഇത് നോക്കി, ഇവിടെ വന്നപ്പോഴത്തേക്കും മണ്ണിൻ്റെ കളർക്ക് ചെറിയ മാറ്റമുണ്ട്. ഒരു ചുമന്ന കളറുള്ള ചരലുണ്ട്, അതുപോലെ തന്നെ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. ഈശ്വര, ഇനിയുണ്ട് അങ്ങോട്ട് പോകാൻ. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇനി അവിടം വരെ പോകാതെ പോകുന്ന ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് നല്ല സ്പീഡിൽ നടക്കുവാണ്. കാരണം തിരിച്ച് ഡ്യൂട്ടിക്ക് കയറേണ്ടത് കൊണ്ട് നമ്മൾ ലേറ്റാകാൻ പാടില്ല. അതുകൊണ്ട് ആഞ്ഞു പിടിപ്പിക്കുകയാണ്. ഏകദേശം നമ്മൾ മേളിലെത്താറായി. കാഴ്ച ഉണ്ടോ? ഈ സൈഡ് പച്ചപ്പരവലാനി വിരിച്ചു പോലെയുള്ള കിടക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? താഴെ പച്ചപ്പ്, ചരല്, ഈ സൈഡിൽ സിറ്റി. ഏറ്റവും ടോപ്പിൽ കൂടെയാണ് നമ്മൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ശരിക്കും നടന്നു കേട്ടോ. ശരിക്കും നല്ല ഫാസ്റ്റ് നടന്നു. 20 മിനിറ്റ്സിൽ ഇതിൻ്റെ മേളിലെത്താൻ പറ്റിയത്. നല്ല ദൂരമുണ്ട്. അപ്പോൾ എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. പെട്ടെന്ന് ഇറങ്ങണം. പിന്നെ മാക്സിമം ഇനിയിപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, ഇറക്കമായതുകൊണ്ട് പതുക്കെ അങ്ങ് ഇറക്കമായതുകൊണ്ട് പതുക്കെ അങ്ങ് പോകാം നമുക്ക്. സോ ഗൈസ്, നമ്മളങ്ങനെ ഇതിൻ്റെ വോൾക്കാനോടെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ഭാഗമാണ്. താഴെ എത്തി. ശരിക്കും എത്താൻ വൈകും എന്നുള്ളത് കൊണ്ട് തിരിച്ച് പോകണം എന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷേ നമ്മൾ പോയി കണ്ടു, ഓടിക്കേറി പെട്ടെന്ന് ഇറങ്ങിപ്പോന്നു. അടിപൊളിയായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു അവിടെ. ഇനി എന്തായാലും നമ്മൾ ഇവിടുത്തെ സിറ്റിയുടെ ഭാഗത്തേക്ക് നമ്മൾ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, വളരെ വിജനമാണ് കേട്ടോ ഇവിടുത്തെ സ്ട്രീറ്റും വീടുകളും ഒക്കെ. ഒരു മനുഷ്യനെ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ വളരെ മനോഹരങ്ങളായിട്ടുള്ള വീടുകളാണ്. എല്ലാം നല്ല വേലിയൊക്കെ കെട്ടിത്തിരിച്ച് നല്ല അടിപൊളി വീടുകളാണ്. ഇത് കണ്ടോ, ഈ വീടിൻ്റെ കാവൽക്കാരനാണെന്ന് തോന്നുന്നു. നെഞ്ചും വിരിച്ച് തേണ്ട ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഇത് കണ്ടോ, ഒരു അടിപൊളി വീട് കണ്ടോ. ആ ചെറിയൊരു കുന്നിൻ്റെ സൈഡിലായിട്ട് ആ വീട് വെച്ചിരിക്കുന്നത്. തടി കൊണ്ടുള്ളൊരു വീടാണ്, വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ടൗണിൻ്റെ പ്രധാന ഭാഗം. കണ്ടോ, വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ സിഗ്നൽ ലൈറ്റുകളില്ല. ട്രാഫിക്കിൽ സിഗ്നൽ ലൈറ്റുകളില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. ശരിക്കും സീബ്ര ലൈൻ മാത്രമേ ഉള്ളൂ. ഇത് ക്രോസ് ചെയ്ത് ആൾക്കാർ കിടക്കും, വണ്ടി വന്ന് സ്ലോ ചെയ്ത് കൊടുക്കും. അപ്പം നമ്മൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവർ നിർത്തിത്തരും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വലിയ തിരക്കൊന്നുമില്ല, വളരെ ശാന്തമായിട്ടുള്ളൊരു പ്ലേസ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് താഴെ ഷിപ്പിലേക്ക് പോകാനുള്ള ബോട്ട് അവിടെയാണ് കിടക്കുന്നത്. അത് വേറെ ഷിപ്പാണ് കിടക്കുന്നത്, നമ്മുടെ ഷിപ്പല്ല. നമ്മുടെ ഷിപ്പ് കുറച്ച് മാറിയാണ് കിടക്കുന്നത്. അപ്പം നമ്മളിവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. നമ്മൾ മേളിൽ വോൾക്കാനോയുടെ അടുത്ത് പോയി അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും വോയിസ് ഓഫ് കേരളയുടെ ഗുഡ് ബൈ.